ഗാന്ധി നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. സ്വയം അവസാന നിമിഷം വരെ സ്വയം നവീകരണത്തിന്റെ പാതയിലായിരുന്നു. ആദ്യകാലത്തുണ്ടായ ഗാന്ധി പരാമർശം ഉണ്ടാക്കിയ വിവാദങ്ങൾ താങ്കൾ ഓർക്കുന്നുണ്ടാകില്ല. അരുന്ധതി റോയ് പറഞ്ഞ കാര്യങ്ങൾ, അത് ഗാന്ധിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിലോ അല്ലെങ്കിൽ ഗാന്ധിയെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പരിമിതമായ അർത്ഥത്തിൽ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് കൊണ്ടോ ഉണ്ടായ അബദ്ധമാണോ? അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു അരുന്ധതി റോയ് ഒരു പഴയ യുക്തിവാദത്തിൻ്റെ തടവുകാരിയാണ് എന്ന്. കാരണം ഈ ഗാന്ധിയെയും അംബേദ്കറെയും പരസ്പരം എതിർ നിർത്തുന്ന ഒരുതരം യുക്തി നമ്മുടെ രാഷ്ട്രീയത്തിൽ നിർഭാഗ്യവശാൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. അതേസമയം ഗാന്ധിയെയും അംബേദ്കറെയും ഞാൻ കണ്ടുപോന്നിട്ടുള്ളത്, എൻ്റെ ഗാന്ധി എന്ന നാടകത്തിലും ഞാനത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരസ്പര പൂരകങ്ങളായ രണ്ട് ചിന്താധാരകളായിട്ടാണ്. മുകളിൽ നിന്നുള്ള പരിവർത്തനം ഇല്ലാതെ ജാതി നിർമ്മാർജ്ജനമോ പുതിയ വ്യവസ്ഥയിലേക്കുള്ള മാറ്റമോ സാധ്യമല്ല എന്ന രീതിയിൽ ഗാന്ധി കണ്ടു. താഴെ നിന്നുള്ള മാറ്റമില്ലാതെ അത്തരമൊരു വ്യവസ്ഥാ പരിവർത്തനം സാധ്യമല്ല എന്ന് അംബേദ്കർ കാണുകയും ചെയ്തു. വാസ്തവത്തിൽ ഇവ രണ്ടും യോജിക്കുന്ന ഒരിടമുണ്ട്. ആ സ്പേസ്, ആ ഇടമാണ് ഒരു പക്ഷേ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിൻ്റെതായ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് പലപ്പോഴും എത്താൻ കഴിയാത്ത വിധത്തിൽ നാം വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അംബേദ്കർക്ക് വേണ്ടി കുറേ പേർ, ഗാന്ധിക്ക് വേണ്ടി കുറേ പേർ. ഇത് വളരെ സങ്കടകരമായ ഒന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഗാന്ധിയെ തള്ളി പറയേണ്ടതില്ല. അംബേദ്കറിനെ അംഗീകരിക്കുന്നതിന്, അയ്യങ്കാളിയെ അംഗീകരിക്കുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ദളിത് ചിന്തകനെ അല്ലെങ്കിൽ നേതാവിനെ അംഗീകരിക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിയെ തള്ളി പറയേണ്ടത് അനിവാര്യമാണ്. കാരണം അവരുടെ ചോദ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. കാരണം ഓരോ ചിന്തകനും കിട്ടുന്ന ഉത്തരങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഗാന്ധിയുടെ പ്രധാന പ്രശ്നം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ ഗ്രാമീണരുടേതായിട്ടുള്ളൊരു സ്വതന്ത്രമായ അവരുടെ സ്വായത്തമുള്ള ഭരണം, ആ തരത്തിലുള്ള ഒരു സ്വരാജ് എന്നൊരു വലിയ സങ്കല്പം ആയിരുന്നു അദ്ദേഹത്തെ എല്ലാ കാലത്തും നയിച്ചുകൊണ്ടിരുന്നത്. അംബേദ്കറുടെ ചോദ്യം വ്യത്യസ്തം. അംബേദ്കർ ചോദിച്ചത് എങ്ങനെയാണ് ദളിതർക്ക് എങ്ങനെയാണ് മോചനം സാധ്യമാവുക എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിലും അംബേദ്കറുടെ ഉത്തരം എനിക്ക് തോന്നുന്നില്ല ഇന്നും ഒരു പൂർണ്ണമായ ഉത്തരം അദ്ദേഹം നൽകിയെന്ന്. കാരണം ആത്യന്തികമായി ഭരണകൂടത്തിൽ തന്നെ ആ ദളിത് വിഭാഗങ്ങളെ കെട്ടിയിടുന്ന ഒന്നുകൂടിയാണ് ഇന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ അംബേദ്കറുടെ ഉത്തരം വരും. ഭരണപരിഷ്കാരങ്ങളിലൂടെ ക്രമേണ. പക്ഷേ എന്തുകൊണ്ട് നാം ഇത് ആലോചിക്കുന്നില്ലെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയേറെ വർഷങ്ങൾ, 47 മുതൽ നമ്മൾ 60-67 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര കാലവും ഭരണകൂടം അവകാശങ്ങളുണ്ടായിരുന്നു, റിസർവേഷൻ ഉണ്ടായിരുന്നു, അംബേദ്കർ പറഞ്ഞ അദ്ദേഹം നിർമ്മിച്ച ഭരണഘടനയാണ് പ്രവർത്തിച്ചുകൊണ്ട്. പക്ഷേ ദളിതരുടെ അവസ്ഥ 47 നിന്ന് 2014 എത്രത്തോളം മാറിയിട്ടുണ്ട്. ഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തുല്യനീതിയും സന്തോഷവും സമൃദ്ധിയും സദ്ഭരണവും എല്ലാം ഉറപ്പാക്കുന്ന ഒരു രാമരാജ്യത്തെക്കുറിച്ചാണ് നരേന്ദ്രമോദിയും സംസാരിച്ചത്. ഗാന്ധിയുടെ രാമരാജ്യത്തിൽ നിന്ന് BJPയുടെ രാമരാജ്യം എത്രത്തോളം വിഭിന്നമാണ്, വൈപരീത്യമുള്ളതാണ്? ഗാന്ധി രാമസങ്കല്പം ഉപയോഗിച്ചത് വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയുടെ ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ അബോധത്തെ സ്പർശിക്കുന്നതിന് വേണ്ടിയാണ്. അത് അദ്ദേഹം സങ്കല്പിച്ച ഒരു രാമൻ അദ്ദേഹത്തിൻ്റെ കബീറിൻ്റെ രാമനാണ്. ഒരുപക്ഷെ കബീറിൻ്റെ രാമനും ഗാന്ധിയുടെ രാമനും ഏതാണ്ട് ഒന്നാണ്. എന്നാൽ മോഡിയുടെ രാമൻ യുദ്ധസന്നദ്ധനായ ഹിന്ദു മത വിഗ്രഹമായ ഒരു രാമനാണ്. മറ്റുള്ളവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന, നാം അവരുടെ പല പോസ്റ്ററുകളിലും കാണുന്നത് പോലെ ഈ അമ്പെയ്യുന്ന, ആ അമ്പ് കൊള്ളുന്നത് മുസ്ലിമിനാണ്, ക്രിസ്ത്യാനിക്കാണ്, ജൈനനാണ്, പാഴ്സിക്കാണ്, ബുദ്ധ മതക്കാരനാണ്. അങ്ങനെയുള്ള മറ്റെല്ലാ മതങ്ങളെയും തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഹൈന്ദവ സങ്കല്പമായ രാമനാണ് മോഡിയുടെ രാമൻ. എന്നാൽ അതേസമയം ഗാന്ധിയുടെ രാമൻ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുമ്പോഴും ആ രാമൻ്റെ സ്പിരിറ്റ് ഒരുപക്ഷെ അദ്ദേഹത്തിൽ വരുന്നത് കബീറിൽ നിന്നാണ്. അപ്പോൾ ആ രാമൻ ഹിന്ദുക്കളുടെ മാത്രം രാമനല്ല, അത് ഒരുപക്ഷെ എല്ലാ മനുഷ്യരുടെയും സങ്കല്പത്തിലുള്ള ഒരു നല്ല കാലത്തിൻ്റെ, ഒരു പുതിയ കാലത്തിൻ്റെ, നീതിയുടെ കാലത്തിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ ഒരു നീതിയുടെ പ്രതീകം ഒരു വശത്ത്, പൂർണ്ണമായ അന്യവൽക്കരണത്തിൻ്റെയും അന്യായത്തിൻ്റെയുമായ ഒരു പ്രതീകം മറുവശത്ത്. അങ്ങനെ രണ്ട് വിരുദ്ധ രാമന്മാരെക്കുറിച്ചാണ് രാമൻ എന്നുള്ള പേര് ഉപയോഗിക്കുമ്പോഴും ഈ ഗാന്ധിയും മോഡിയും സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു.
മാനവരാശിയുടെ മാതൃഭാഷയാണ് കവിത എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മാതൃഭാഷ അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമായി കൊണ്ടു നടക്കുന്ന ലോകത്തെ ഒരേ ഒരു ജനവിഭാഗം ഒരുപക്ഷെ മലയാളികളായിരിക്കും. അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. നമ്മുടെ ഭാഷയെ സംരക്ഷിക്കാൻ, അതിൻ്റെ മുന്നോട്ട് പോക്കിനെ സഹായിക്കാൻ ഏത് തരത്തിലുള്ള ഒരു പരിരക്ഷയും ഇടപെടലുമാണ് നമുക്കുണ്ടാകേണ്ടത്? ഒരു ഭാഗത്ത് നാം മലയാളത്തെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്, നിശ്ചയമായും. മറ്റൊരു ഭാഗത്ത് നാം മലയാളം നിർബന്ധമായും സ്കൂളുകളിലെങ്കിലും നിർബന്ധമായും പഠിപ്പിക്കേണ്ടതുണ്ട്. മലയാളികളായ കുട്ടികളെല്ലാവരെയും തന്നെ മലയാളം നാം പരിശീലിപ്പിക്കുക. മലയാളം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അതിനേക്കാളേറെ ഇഷ്ടപ്പെടുക മാതൃഭാഷ എന്ന് ഉപയോഗിക്കാനാണ്. തങ്ങൾ ജനിച്ച, തങ്ങൾ അമ്മയോട് സംസാരിച്ച, അല്ലെങ്കിൽ അമ്മൂമ്മയോട് മുൻതലമുറകളോട് സംസാരിച്ച, മുൻതലമുറകളിൽ നിന്ന് പകർന്നു വന്ന ആ ഭാഷ ഏതായാലും ശരി, ആ ഭാഷയിലുള്ള ഉറച്ച അടിത്തറ എല്ലാ പൗരന്മാർക്കും, വിദ്യാർത്ഥികളായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓണക്കാലം എപ്പോഴും കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. അങ്ങനെ ഒരു ഓർമ്മക്കാലം കവിക്കുണ്ടോ? ഓണക്കാലത്ത് തീർച്ചയായും ഓണം തന്നെ ഒരു കുട്ടിക്കാല സ്മരണയാണ്. നമ്മളിപ്പോഴും ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുട്ടികളായിരിക്കുമ്പോഴാണ് നാം, എന്നാൽ സ്വാതന്ത്ര്യദിനം പോലും ഒരു ആത്മാർത്ഥമായിട്ടൊരു പക്ഷേ ആഘോഷിച്ചിരിക്കുക അക്കാലത്താണ്. വളരെ ആവേശത്തോടുകൂടി ത്രിവർണ്ണ പതാക എടുത്ത് മഴയത്തൊക്കെ ഓഗസ്റ്റ് 15-ന് നമ്മൾ ഇന്ത്യക്ക് സിന്ദാബാദൊക്കെ വിളിച്ച് നടന്നിട്ടൊരു കാലം. അതുപോലെ ഓണവും വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് പ്രധാനമായിട്ടൊരു ബാല്യകാല അനുഭവവും ഓർമ്മയുമാണ്. പൂവട്ടിയൊക്കെ ആയിട്ട് പോയിട്ട് പൂ പറിച്ച് ിൻ്റെ ആഹ്ലാദം, പൂക്കളം ഇടുന്നതിൻ്റെ ആഹ്ലാദം, അല്ലെങ്കിൽ അന്ന് അപൂർവമായ രീതിയിൽ, ഇപ്പോൾ ഇന്ന് സദ്യകളൊക്കെ ഏത് ഹോട്ടലിൽ പോയാലും ഒരു സദ്യ നിങ്ങൾക്ക് കഴിക്കാം. അന്ന് വളരെ അപൂർവമായിരുന്നു അതിൻ്റെ ഭക്ഷണ വിഭവങ്ങളുടെയൊക്കെ രുചികളുടെ സുഗന്ധങ്ങൾ നൽകുന്ന ആഹ്ലാദം. ആ തരത്തിലുള്ള കുട്ടിക്കാലത്തിൻ്റെ ഒരു നിഷ്കളങ്കതയുമായി ബന്ധപ്പെടുത്തിയാണ് എനിക്ക് പലപ്പോഴും ഓണത്തിൻ്റെ ആഹ്ലാദത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്. ആ ബാല്യകാല ആഹ്ലാദത്തെ ഒരുപക്ഷേ വരുംകാലത്തെ എല്ലാ മനുഷ്യരുടെയും ആഹ്ലാദമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നാം സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു രാജ്യത്തേക്കും ലോകത്തേക്കും നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കും. ഈ സംഭാഷണവും ഒരു ഓണക്കാല ആഹ്ലാദമായി. നന്ദി. താങ്ക് യു.